എനിക്കൊരു കാറുണ്ട്. ഐ ഹാവ് എ കാർ. നിനക്കൊരു കാറുണ്ടോ? ഡു യു ഹാവ് എ കാർ? ഹാവ് യു എ കാർ എന്നെന്താ ചോദിക്കാത്തത്? ഹാവ് ഒരു പ്രവൃത്തിയുടെ കൂടെ മാത്രമേ ഇടാൻ പാടുള്ളൂ. ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ഹാവ് വരിക. ഹാവ് യു ഗോൺ ദെയർ, ഹാവ് യു പ്ലേഡ് എന്നൊക്കെ ചോദിക്കുമ്പോൾ മാത്രമേ ഇടാൻ പറ്റൂ. അപ്പോൾ ഹാവ് യു കാർ എന്ന് എന്താ ചോദിക്കാത്തത്? കാറ് പ്രവൃത്തിയല്ല, അതുകൊണ്ട് ഹാവ് യു കാർ എന്ന് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു വസ്തു ഉണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു ഹാവ് എ കാർ. നിനക്ക് മൊബൈൽ ഉണ്ടോ? ഡു യു ഹാവ് എ മൊബൈൽ? ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ഗ്രാമർ. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ് ഹാവ്. പല പല സന്ദർഭങ്ങളിൽ ഹാവും ഹാഡും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ കോണ്ടെക്സ്റ്റുകൾ മാറി മാറി വരും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനത്തിന് യു ആർ വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ബേസ് കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ 175 ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. ഇനി ഇന്റർമീഡിയറ്റിനാണെങ്കിലോ 380 ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുന്നതാണ്. ഇനി അഡ്വാൻസ് കോഴ്സിന് ജോയിൻ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ 500 മുതൽ 700 വരെയുള്ള ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. പക്ഷെ അത് ഇച്ചിരി കട്ടിയാട്ടോ. എങ്കിലും യു ആർ വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. താങ്ക് യു സോ മച്ച്.